നമുക്കിന്ന് ഡിവിഷൻ 3 ആവണം ഗൈസ്. സോ എല്ലാവർക്കും നമ്മുടെ SD ഗെയിമിംഗ് കേരളയുടെ റോഡ് ടു ഗ്ലോറി എപ്പിസോഡ് 5ലേക്ക് സ്വാഗതം. നമ്മൾ പുതിയ അപ്ഡേറ്റ് ഒക്കെ വന്നേ പിന്നെ നമ്മൾ വീണ്ടും റീസെറ്റായി ഡിവിഷൻ 5 പോയിരുന്നു. നമ്മൾ കളിച്ച് വീണ്ടും ഡിവിഷൻ 4 വന്ന് 4 പോയിൻ്റ് ആയിട്ടുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ കളിക്കാൻ പോകുന്നത്. നമ്മുടെ പുതിയ ടീമിൽ കുറച്ച് മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മൾ ഡെൽപിയാറൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഡിവിഷൻ 5 ഇട്ട് കളിപ്പിച്ചപ്പോൾ അത്യാവശ്യം നല്ലതായിട്ട് കളിച്ചത് അതുകൊണ്ടാണ്. സോ നമുക്ക് എന്തായാലും നമ്മുടെ ഫസ്റ്റ് മാച്ചിലേക്ക് പോകാം ഗൈസ്. നമുക്കങ്ങനെ ആദ്യത്തെ ഓപ്പണൻറ്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ആണ് ഗൈസ്. ഇത് ജയിക്കണം എന്നതാണ് ലക്ഷ്യം. നമുക്ക് നമ്മുടെ ടീമൊക്കെ ഒന്ന് നോക്കട്ടെ. എല്ലാവരും ഫോമിലാണ് ഗൈസ്. എതിർ ടീം വലിയ കുഴപ്പമില്ല, പറ്റുമെങ്കിൽ ജയിക്കാൻ പറ്റും. വേണ്ടേ കിടക്കിടക്ക് ഭയങ്കര നല്ല കളിയാണ് ഗൈസ്. നമുക്കിത് ജയിച്ചേ പറ്റും. സോ നമ്മൾ കളിയിലോട്ട് കയറുകയാണ്. 3-4 സെക്കൻഡുകൾക്കുള്ളിൽ നമ്മൾ കളിയിലേക്ക് കയറുന്നതായിരിക്കും ഗായ്സ്. ഓക്കെ, അവരുടെയാണ് ഗൈസ് ടച്ച്. എടാ കേട്ടല്ലേ, എടാ അയ്യോ ജസ്റ്റ് മിസ്സാടാ അത്. കമോൺ, ഗോൾ. എടാ എത്തത്തില്ലടാ. എടാ ഒരു ഗോൾ അടിച്ചടാ. എടാ ഗോൾ അടിച്ചടാ. തോറ്റു ഗായ്സ്. എടാ നമ്മൾ വേറെ കളി കളിച്ചായിരുന്നു ഗായ്സ്. സോ നമ്മൾ സെക്കൻഡ് മാച്ചായിരുന്നു. നമ്മൾ ഇടയ്ക്ക് വെച്ച് റെക്കോർഡ് ചെയ്യാൻ വിട്ടുപോയി ഗൈസ്. ഈ കളി നമ്മൾ ജയിച്ചിട്ടുണ്ട്. മറ്റേ മാഞ്ചസ്റ്റർ യുണൈറ്റഡിൻ്റെ എതിരാളി നമ്മൾ സക്സസ്ഫുള്ളി 1-0 തോറ്റു. ഇത് നമ്മൾ 1-0 ജയിച്ചിട്ടുമുണ്ട് ഗൈസ്. അങ്ങനെ നമ്മൾ 7 പോയിന്റിലേക്ക് എത്തിയിട്ടുണ്ട്. നമുക്കിനിയും കളികൾ ബാക്കിയുണ്ട്. Auto pick players. When you start to acquire more players with similar abilities, it can become difficult to decide which player should play which position. നമ്മൾ കളിയിലേക്ക് വന്നിട്ടുണ്ട്. ഇതാണ് എൻ്റെ എതിർ ടീം. എങ്ങനെയുണ്ട് ഗൈസ്? നല്ല ടീമല്ലേ? എടാ തോറ്റത് തന്നെടാ. എടാ സുവാരസ്, ബെക്കാം, മെസ്സി, എന്താടാ അത്? എടാ ഗോളാടാ. എടാ നമ്മൾ ഗോൾ അടിച്ചാവും പോയെന്ന് തോന്നുന്നു കേട്ടോ. നമ്മൾ ഗോൾ അടിച്ചാവും പോയി ഗായ്സ്. അവൻ പേടിച്ചടാ. ഒരു ഗോൾ അടിച്ചതേ ഉള്ളൂ. അവൻ പേടിച്ചെന്ന് തോന്നുന്നു കേട്ടോ. എടാ ജയിച്ച ഗൈസ്. അത്രയും നല്ല ടീമുണ്ടായിട്ട് അവൻ മന്ദനാടാ അവൻ. നമ്മൾ ഒരു ഗോൾ അടിച്ചേ ഉള്ളൂ, അപ്പോഴത്തേക്ക് അവൻ പേടിച്ചു. ഓക്കെ, അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി 10 പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു. 5 പോയിന്റും കൊണ്ടുണ്ടെങ്കിൽ നമുക്ക് വിജയം നമ്മുടെ പക്കം. നമുക്ക് 5 പോയിന്റും കൊണ്ട് ഡിവിഷൻ 3 ആണ്. ഡിവിഷൻ 3 കയറിയ റാങ്കിങ് തുടങ്ങും ഗൈസ്. നമുക്ക് അടുത്ത കളിയിലേക്ക് പോകാം ഗൈസ്. അടുത്ത കളി നമുക്ക് കയറുന്നേരം വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. നമ്മൾ ഗോൾ അടിച്ചിട്ടുണ്ട്. ബാറ്റിസ്റ്റൂട്ടൊക്കെ എല്ലാം ഗോൾ അടിച്ചു ഗൈസ്. സോറി, ഡെൽപിയാറാണ് ഗോൾ അടിച്ചത്. മറന്നു പോകുന്നടാ. ബാറ്റിസ്റ്റൂട്ടയാണ് ഗൈസ് അസിസ്റ്റ് കൊടുത്തത്. അതാണ് ഞാൻ ബാറ്റിസ്റ്റൂട്ടയുടെ പേര് പറഞ്ഞത്. നമ്മൾ കിടിലൻ കളിയാട്ടോ ഡെൽപിയാർ. അങ്ങനെ നമ്മൾ കളി ജയിച്ചിട്ടുണ്ട് ഗൈസ്. കളി ജയിച്ചില്ല, ഇപ്പം ജയിക്കും. അത്ര തന്നെ. 89 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ കുറച്ച് സബ്ബൊക്കെ ഇറക്കിയാണ്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ വിനി, രണ്ടാമത്തെ ഗോൾ അടിക്കാവോ?
ഓ ശേ, കോർണറും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ കളി തീരും. നമ്മളങ്ങനെ അടുത്ത 13 പോയിന്റിലേക്ക് നമ്മളെടുത്ത് നമ്മൾ എന്തായാലും ഡിവിഷൻ 4ൽ നിന്ന് ഡിമോട്ട് ആകത്തില്ല, ഡിമോട്ട് എന്തുവാക്കാം. ഹൈ K101 നമ്മൾ എന്തായാലും ജയിച്ചിട്ടുണ്ട് ഡെൽ പിയാറോയുടെ ഗോളിൽ. അങ്ങനെ നമ്മൾ 13 പോയിന്റിലേക്ക് കടന്നിരിക്കുന്നു. ഇത് 13 ഗോള് ഗൈസ്, 13 ഗോളോ 13 പോയിന്റിലേക്ക് നമ്മൾ കടന്നു. അങ്ങനെ നമ്മുടെ അടുത്ത കളി തുടങ്ങി. 2 മിനിറ്റ് ആയപ്പോൾ തന്നെ ബാറ്റിസ്റ്റൂട്ട് അടിച്ചു ഗൈസ്. ഏതാ കളി? അതെങ്കിൽ ഞാൻ ഇടയ്ക്കിടയ്ക്ക് സ്പേസ് പോകുന്നതുകൊണ്ട് ഗൈസ് ഞാൻ ചെറുതായിട്ട് ക്ലിപ്പുള്ളൂ കേട്ടോ. ഇതിനൊക്കെ ഞാൻ വോയിസ് ഓവർ കൊടുത്തതാണ്. അതാണ് ഇത് സെക്കൻഡ് ഗോൾ കയറി സെർജൂനിയുടെ. ഈ പാർട്ടെല്ലാം ഞാൻ വോയിസ് ഓവറാണ് ഗൈസ്. ചിലതൊക്കെ ഞാൻ അന്നേരം കൊടുക്കും. എടാ ശരി ഗോളില്ല. നമ്മളതിൽ ഗോൾ അടിക്കൂല, അതാണ് നമ്മുടെ മൂന്നാമത്തെ ഗോളും കയറി. 45 മിനിറ്റ് നമ്മൾ 3 ഗോൾ അടിച്ചായിരുന്നു ആ കളി. സോ നമ്മൾ ഏകദേശം വിജയം ഉറപ്പിച്ച് നിൽക്കുകയാണ്. അത് മാറുമല്ലോ നിങ്ങൾ തന്നെ കണ്ടു പറയാം. അങ്ങനെ 85 മിനിറ്റായി. 85ാമത്തെ മിനിറ്റിൽ 85 കഴിഞ്ഞ് നമ്മൾ ജയിച്ചിട്ടുണ്ട് ഗൈസ്. ഏകദേശം ജയിക്കാറായി. അപ്പോൾ നമ്മൾ 3-0 ജയിച്ചത് ആ കളി ജയിക്കാമെന്ന് വെച്ചാൽ നമ്മൾ ഡിവിഷൻ 3യിലേക്ക് കയറുക, അത്രേ ഉള്ളൂ. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മൾ ജയിച്ച് ഗൈസ്. 3-0 നമ്മൾ പോർച്ചുഗലിൻ്റെ ഗോഡ് ബ്ലസ് യു മാമി അവർക്കെതിരെ നമ്മൾ എന്തായാലും ജയിച്ചിട്ടുണ്ട്. സോ നമ്മൾ എന്തായാലും ഡിവിഷൻ 3യിലേക്ക് പ്രൊമോട്ടായിരിക്കുന്നു. അപ്പോൾ ഇനി അടുത്ത ഡിവിഷൻ 3യിൽ ഉള്ള കളികളായി നമ്മൾ എന്തായാലും അടുത്ത ആഴ്ച വരും. സോ അതിലിനി എന്തെങ്കിലും മാറ്റം വരണോ ടീമെന്നൊക്കെ ഞാൻ നോക്കാം ഗൈസ്. ഇനിയും പ്ലെയർ ഓഫ് ദ വീക്ക് ആര് കിട്ടുമെന്ന് അറിയത്തില്ല. അപ്പം എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്. ഇത്ര നേരം നമ്മളോട് നിന്നതിൽ, ഇത്ര നേരം കണ്ടതിൽ, ഇത്ര നേരം സപ്പോർട്ട് ചെയ്തതിൽ താങ്ക് യു ഗൈസ്. നമുക്ക് അടുത്ത വീഡിയോ അടുത്ത ദിവസം കാണാം.